ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു കറിയുമായിട്ടാണ്. അധിക പേരും ബീട്രൂട്ട് കഴിക്കാൻ മടിയുള്ളവരായിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കറി നിങ്ങൾ തയ്യാറാക്കി കൊടുത്തു നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് 2 ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ബീട്രൂട്ടിൻ്റെ തൊലി നീക്കം ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ഇനി ഒരു കുക്കർ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും 6 ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് നെടുകെ കീറിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു 3 വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പുളിക്ക് വേണ്ടിയിട്ട് 2 പഴുത്ത തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി 1/2 കപ്പ് പരിപ്പ് കഴുകിയത് ഇട്ട് കൊടുക്കാം. തൂരപ്പരിപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം കുക്കറിന്റെ അടപ്പ് വെച്ച് മൂടി വെക്കാം. ഇനി ഒരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 പച്ചമുളകും 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൽ 4 വിസിൽ വന്നു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആവി പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മിക്സിയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിയതിന് ശേഷം 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഒരു 8-9 വെളുത്തുള്ളി അല്ലി കനം കുറഞ്ഞ് അരിഞ്ഞതും 3-4 ചുവന്നുള്ളി കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി അധികമാകരുത്. ഈ ടൈമിൽ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇനി നമുക്കൊന്ന് കറി ഒന്ന് നോക്കിയാലോ. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വറവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് വെച്ച് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കുമ്പോഴുണ്ടല്ലോ നല്ല റെഡ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് ഈ ഒരു കറി.
നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.